പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഒടുവിൽ നീതി നടപ്പിലാവുകയാണ്. ഈ അവസരത്തിൽ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി CPM നടത്തിയിട്ടുള്ള ആസൂത്രിതമായ എല്ലാ ശ്രമങ്ങളും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ഈ സംഭവമുണ്ടായ ആ ഘട്ടം മുതൽ മുൻ MLA ശ്രീ കുഞ്ഞിരാമൻ ഉൾപ്പെടെ കേസിൽ പ്രതിയാണ് എന്ന് നമ്മളെല്ലാവരും പറയുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചപ്പോഴാണ് CBI അന്വേഷണത്തിന് വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും ഇതു സംബന്ധിച്ച് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതും. അത് ശരിയായിരുന്നു ആ ശ്രമം എന്നുള്ളത് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം ഒറ്റക്കെട്ടായി ഒരു പോരാട്ട വീര്യത്തിൻ്റെ കരുത്തുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് അന്ന് നിലകൊണ്ടത്. സംസ്ഥാനത്തുടനീളം ഹർത്താൽ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കേസെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ സർക്കാർ വേട്ടയാടി. അനവധി ആളുകളെ ജയിലിലടച്ചു. പക്ഷേ ഈ അവസരത്തിൽ കേസ് തെളിയിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വളരെ ആശ്വാസകരമായ ഒരു സ്ഥിതിയാണ്. CPM അക്രമ പാർട്ടിയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കളെ പ്രത്യേകമായി സ്മരിക്കുകയാണ്. പ്രിയപ്പെട്ട സത്യനാരായണനെയും അതുപോലെ ശ്രീ കൃഷ്ണേട്ടനെയും എല്ലാം സ്മരിക്കുന്നു. അവരുടെ പോരാട്ട വീര്യം, ആത്മവീര്യം എന്നും കേരളം സ്മരിക്കും. ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം CPM നടത്താതിരിക്കാൻ ഈ കേസിൻ്റെ വിധി കാരണമാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. ഇവിടെ ശ്രീ കുഞ്ഞിരാമൻ അടക്കം CPMൻ്റെ ഉന്നത നേതാക്കന്മാർ കേസിൽ നേരിട്ട് കണ്ണിയായി ആണ് ഈ കൃത്യം നിറവേറ്റിയിരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് CPMൻ്റെ മുഖത്തേറ്റ വലിയ പ്രഹരമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്.